സ്റ്റുഡൻസ്, അപ്പോൾ ജോസ് അലോട്ട്മെന്റ് പ്രോസസ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു CSIB അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുമെന്ന്. അപ്പോൾ ജോസ് അലോട്ട്മെന്റ് സീറ്റ് കിട്ടാത്തവർ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല, വാക്കൻസി ഓഫ് സീറ്റ്സ് ഏതെങ്കിലും കോളേജിൽ ചില കുട്ടികളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടൈമിലോ അതല്ലെങ്കിൽ ഫീസ് അടയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ പാർഷ്യൽ ഫീസ് അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി ഫീസ് അടയ്ക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ വീഴ്ച വരുത്തുമ്പോൾ ആ സീറ്റ് വാക്കൻസി വരും. അത്തരം സീറ്റുകളിലേക്ക് നടത്തുന്ന ഒരു സ്പെഷ്യൽ അലോട്ട്മെന്റ് പ്രോസസ്സാണ് CSIB അലോട്ട്മെന്റ് പ്രോസസ്സ്. അതിൽ പങ്കെടുക്കുന്ന കുട്ടികളെ 7-8 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ കാറ്റഗറീനെ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ കാറ്റഗറി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഓരോരുത്തരുടെയും അടയ്ക്കേണ്ട ഫീസും മറ്റു കാര്യങ്ങളൊക്കെ വാരി ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ടൈപ്പ് 1 കാറ്റഗറി എന്ന് പറയുമ്പോൾ ഹു ഡിഡ് നോട്ട് രജിസ്റ്റർ ഇൻ ജോസ ബട്ട് ആർ എലിജിബിൾ ആസ് പെർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ ബട്ട് നോട്ട് അലോട്ടഡ് എനി സീറ്റ്സ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ സീറ്റ് കിട്ടാത്തുള്ളത്. മൂന്നാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ടൈപ്പ് 3 കാൻഡിഡേറ്റ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ അലോട്ടഡ് സീറ്റ് ബട്ട് ക്യാൻസൽ ഡ്യൂ ടു നോൺ പേയ്മെന്റ് ഓഫ് സ്പെഷ്യൽ അഡ്മിഷൻ ഫീസ്. അതുപോലെ തന്നെ ടൈപ്പ് 4 എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് എക്സസൈസ് ദ എക്സിറ്റ് ഓപ്ഷൻ ഡ്യൂറിംഗ് ജോസ, എക്സിറ്റ് ആയി പോയിട്ടുള്ള കുട്ടികൾക്ക്. ഇപ്പോൾ ടൈപ്പ് 5 എന്ന് പറയുമ്പോൾ participated in JOSA, allotted seats in any IITs and later seat cancelled during document verification, withdrawal from their allotted seats or they have taken admission therein. ആ ഒരു കേസൊക്കെ ടൈപ്പ് 5 വരിക. ടൈപ്പ് 6 എന്ന് പറയുമ്പോൾ candidates who have participated in JOSA but allotted seats in NIT plus system and or already secured admission at the allotted institute by paying SAF and PAF. അപ്പം നാറ്റയുടെ കുട്ടികൾക്ക് BRKയിലെ കുട്ടികൾക്കെല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് വരിക. ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലായിരിക്കും വരിക. ടൈപ്പ് 7 എന്ന് പറയുമ്പോൾ കാൻഡിഡേറ്റ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ ആൻഡ് ഹാവ് ബീൻ അലോട്ടഡ് ഇൻ NIT പ്ലസ് സിസ്റ്റം ആൻഡ് ലേറ്റർ ദേ വിഡ്രോ ചെയ്തിട്ട് വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഉദ്ദേശമാണ് ടൈപ്പ് 7. ടൈപ്പ് 8 എന്ന് പറയുമ്പോൾ ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ജോസ ബട്ട് ലേറ്റർ ദർ സീറ്റ് ഹാവ് ബീൻ ക്യാൻസൽഡ് ആഫ്റ്റർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ and have not been allotted any seats in any of the subsequent JOSA rounds. ആ ഒരു രീതിയിലുള്ളവരാണ് ടൈപ്പ് 8 വരുന്നത്. ടൈപ്പ് പാർട്ടിസിപ്പേറ്റ് ഇൻ ജോസ and they have been allotted seats in NIT plus system and have paid SAF and successfully completed document verification but their seats have been cancelled due to non payment of PAF. അത്തരം കേസുകളൊക്കെയാണ് അടുത്ത് വരുന്നത്. ഇനിയിപ്പോൾ ടൈപ്പ് ഓഫ് ഫീസ് എന്ന് പറയുമ്പോൾ സീറ്റ് ആക്സെപ്റ്റൻസ് ഫീസ് ആണ് SAF. PAF എന്ന് പറയുന്നത് പാർഷ്യൽ അഡ്മിഷൻ ഫീ. SAF ആണ് ആദ്യം അടച്ചിട്ടുണ്ടാവുക, PAF ഇപ്പോൾ നമുക്ക് ഫൈനലായിട്ട് അടയ്ക്കുന്നതാണ്. ഇനി സ്പെഷ്യൽ റൗണ്ട് പ്രോസസ്സിംഗ് ഫീസ് ആണ് SRPF. ഇൻസ്റ്റിറ്റ്യൂഷൻ അഡ്മിഷൻ ഫീ ആണ് IAF. സ്പെഷ്യൽ റൗണ്ട് എൻറോൾമെന്റ് ഫീസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ളതായിരിക്കും. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് fee amount that needs to be paid by each type of candidate during the registration for CSIB special round വരുന്നത്. ഒന്നും ടൈപ്പ് 1 ആണെങ്കിലും ടൈപ്പ് 2 ആണെങ്കിലും ഒക്കെ വരുന്നത് 25,000 വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഓരോ കേസിനും നമ്മൾ ഈ കാറ്റഗറി ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇത്തരം കുട്ടികൾക്കൊക്കെയാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക. ഇനി ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഫ്രൈഡേ 26 ജൂലൈ 2024 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം 27 ജൂലൈയിൽ ഇത് അവസാനിക്കുകയും ചെയ്യും. ഓൺലൈൻ റിക്വസ്റ്റ് ഫോർ കാറ്റഗറി രജിസ്ട്രേഷൻ ഉള്ള പ്രോസസ്സ്. അതുപോലെ തന്നെ ക്വറീസ് ഉണ്ടെങ്കിൽ 29 ജൂലൈ വരെ ചെയ്യാൻ പറ്റുള്ളൂ. വാക്കൻസീസ് ഫൈനൽ വാക്കൻസീസ് റിപ്പോർട്ടിങ് 29 ജൂലൈയിലാണ് ചെയ്യുക. പേയ്മെന്റ് ജൂലൈ 31 വരെ ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ചോയ്സ് ഫില്ലിംഗ് എൻഡ് ചെയ്യണത് ഓഗസ്റ്റ് 3 ഓക്കെ. ഇതാണ് രജിസ്ട്രേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ളത്. റൗണ്ട് 1 അലോട്ട്മെന്റ് വരുന്നത് ഓഗസ്റ്റ് 5 അത് കഴിഞ്ഞാൽ ഫീസ് അടയ്ക്കാൻ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യണം. അത് കഴിഞ്ഞാൽ റൗണ്ട് 2 അലോട്ട്മെന്റ് വരുന്നത് ഓഗസ്റ്റ് 10 ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ക്രിസ്പായിട്ട് പറയുന്നത്. ഇനി കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലുള്ള കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.